എറണാകുളം ജില്ലയുടെ ഏറ്റവും വലിയ ഒരു സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ കുടുംബ കൂട്ടായ്മയാണ് ഇന്ന് നമ്മളെ അഭിസംബോധന ചെയ്യാൻ നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. 41 മേഖലകളായി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ 63-ാം ദിവസം ഇവിടുത്തെ മുനമ്പം പ്രദേശത്തെ, അതായത് എറണാകുളം ജില്ലയുടെ പടിഞ്ഞാറ് വടക്ക് പ്രദേശത്തെ നിങ്ങളുടെ ന്യായമായ അവകാശം അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കൂടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാൽ നമ്മൾ ഓരോ പ്രദേശത്ത് ഓരോ താലൂക്കിൽ നിന്നും അതേപോലെ അംഗ അസോസിയേഷൻ മേഖലകളിൽ നിന്നും ഇന്ന് നാം എത്തിയിരിക്കുന്നത്. എറണാകുളം ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ അപ്പെക്സ് കൗൺസിൽ ഏറ്റവും വലിയ, ഞാൻ പറഞ്ഞു, 1700ഓളം റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു വലിയ കൂട്ടായ്മയാണ്. ഒരുമിച്ച് പ്രവർത്തിക്കാൻ സജ്ജരായിരിക്കുക. അതായത് ഈ നമ്മളറിയാം, എട്രാക്ക് എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഈ വലിയ ഈ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ ഇന്ന് കുടിയൊഴിപ്പിക്കൽ എന്ന ഒരു ആശയത്തിന് എതിരായി നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളിൽ ഒരാളായി പ്രവർത്തിക്കാൻ നമ്മൾ സജ്ജരായിരിക്കും. നമുക്കറിയാം, ഇന്ത്യ എന്ന ഒരു മഹാരാജ്യം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇത്രയും വലിയ ഒരു ജനാധിപത്യ രാജ്യം എന്ന് അഭിമാനപൂർവ്വം പറയുമ്പോൾ ആ ജനാധിപത്യം എന്ന പ്രക്രിയ നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന അവർ നമ്മളിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഞാനിത് പറയുന്നത്, ഞാനൊരു ഹിന്ദു, ഒരു 24 കൊല്ലത്തോളം ദേവാലയം ട്രസ്റ്റിയായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ഇവിടെ ഒരു നിയമം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നു, ലാൻഡ് റിഫോംസ്. അതിലൂടെ നമ്മുടെ ഭൂമികൾ നഷ്ടപ്പെട്ടു. അത് കൃഷി ചെയ്യുന്ന ആൾക്ക് ആ അവകാശങ്ങൾ നൽകി. ആരാധനാലയങ്ങളിലെ ഭൂമി നഷ്ടപ്പെട്ടു. പക്ഷെ വീണ്ടും ഒരു പ്രേതമെന്ന നിലയ്ക്ക് നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്നത് വഖഫ് എന്നുള്ള ഒരു ആശയത്തിൽ നമ്മളറിയാതെ തന്നെ നമ്മളൊരു ബുദ്ധിമുട്ടിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും അതിൻ്റെ ഭരണഘടന 1948 ഇന്ന് അതിൻ്റെ ആ 75-ാം അതിൻ്റെ ആഘോഷം നടക്കുക. അത് ഇന്ത്യയിലുടനീളം നടക്കുക. നമുക്കൊരു സെറ്റപ്പായി ഏത് രീതിയിലാണ് ഇന്ത്യ മുന്നോട്ട് പോകേണ്ടതെന്നുള്ള ഒരു ആശയം നമ്മളിലൂടെ സംജാതമായി. അതിനൊരു ചട്ടക്കൂടായി, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയായി, ആ ഭരണഘടനയിലൂടെ പറഞ്ഞിരിക്കുന്ന, അതായത് ഈക്വൽ റൈറ്റ്സ് എന്നുള്ള, വി ദി ഇന്ത്യൻ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ എന്നും മുന്നോട്ട് പോകുന്നത്. വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു കൺസെപ്റ്റ്. ആ കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരേ നീതി ലഭിക്കണമെന്നുള്ള ഒരു ആശയമാണ് ഇന്ന് നമുക്ക് സംജാതമാകുന്നത്. നീതി എന്നുള്ളത് വ്യത്യസ്തമല്ല. 2 നീതികൾ പാടില്ല. ഒറ്റ നീതിയായിരിക്കണം
എന്നുള്ള ഒരു ആശയം ഇന്ന് മുനമ്പം മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇന്ന് എല്ലാ മതസ്ഥരും അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ വഖഫ് എന്നുള്ള ഒരു ആശയത്തിലൂടെ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ അമെൻമെൻറ്റിലൂടെ ഈ വഖഫിനെ അംഗീകരിച്ചു. ഏത് രീതിയിൽ ഇതിനെ മറികടക്കാം എന്നത് ഇന്ന് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ ഭൂമി നഷ്ടപ്പെടാൻ പാടില്ല. അതേപോലെ തന്നെ ഈ നിയമത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഏതൊക്കെ തരത്തിൽ എവിടെയൊക്കെ ഭേദഗതികൾ വരുത്താമെന്നതിനെപ്പറ്റി നാം ചിന്തിക്കേണ്ട ഒരു സമയം സംജാതമായി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും കേരളത്തിലെ പല സ്ഥലങ്ങളിലും അതേപോലെ എറണാകുളം ജില്ലയിലെ പല സ്ഥലങ്ങളിലും വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞൊരു ഊന്നൽ മുന്നോട്ട് വരുന്നത്. ഇതിനൊരു സംവിധാനം ചട്ടക്കൂടുണ്ട്. 1947 മുൻപ് കൈവശം ഇരിക്കുന്ന ഭൂമി ഇന്ന് വഖഫാണെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് ശരിയാവും? ഞാൻ അനുഭവിക്കുന്ന 1947 മുൻപ് അനുഭവിക്കുന്ന ആ ഭൂമി ഇന്ന് വഖഫാണെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അത് ന്യായീകരിക്കാനാവുകയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നിയമം ഒളിച്ചെടുക്കേണ്ട ഒരു സമയം സംജാതമായി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് അവകാശങ്ങൾ പോലെ തന്നെ നമുക്ക് ഭരണഘടന നൽകിയ ഉത്തരവാദിത്വങ്ങളും കൂടെയുണ്ട്. ആ ഉത്തരവാദിത്വങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ജനാധിപത്യം വിജയിക്കൂ. നിങ്ങളുടെ 610 കുടുംബാംഗങ്ങൾ മാത്രമല്ല ഇതിൻ്റെ എറണാകുളം ജില്ലയിലെ മാത്രമല്ല ഇന്ന് എട്രാക്ക് എന്ന് പ്രവർത്തിക്കുന്ന എറണാകുളം ജില്ല, അതേപോലെ ഓരോ ജില്ലയിലും ഇന്ന് നമ്മൾ കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ എന്നുള്ള ഒരു കാഴ്ചപ്പാടോടെ പ്രവർത്തിക്കുകയാണ്. 14 ജില്ലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. അത് കേരളയായിട്ട് മാറി. അത് നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഇന്ത്യയായിട്ട് നാം മാറിയിട്ടുണ്ട്. ഈ അവകാശങ്ങൾക്ക് വേണ്ടി നാം കേരളത്തിലുടനീളം ഞാൻ ആവശ്യപ്പെടും. അതേപോലെ എറണാകുളം ജില്ലയിലെ ഏത് പ്രദേശത്താണെങ്കിലും അത് നമുക്ക് ഒരുമിച്ച് ഇതിന് ന്യായമായ ഒരു അവകാശത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും ഈ എട്രാക്കിൻ്റെ ഭാഗത്തു നിന്നും മാത്രമല്ല കോർവ കേരളയുടെ ഭാഗത്തു നിന്നും കോർവ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്.